പാലക്കാട് ജില്ലയിലെ ആലൂർ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വിവാദം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസമായി കത്തിപ്പടരുകയാണ്. പിന്നീട് അതിപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തയായി മാറുകയും ചെയ്തു. അവിടെ ഒരു യുവാവിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം. ഡാനിഷ് റിയാസ് എന്നയാളാണ് പോസ്റ്റ് ഇട്ടത്. അയാൾ കേരള മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും മണ്ഡലം MLAയുടെയും അറിവിലേക്കായി ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 45 ദിവസമായി എന്നെയും എൻ്റെ കുടുംബത്തെയും മഹലിൽ നിന്ന് പുറത്താക്കിയിട്ട് 4 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡിസംബർ 28 നടന്ന സഹോദരൻ്റെ കല്യാണ റിസപ്ഷൻ ദിവസം വേദിയിൽ വന്ന സ്ത്രീകൾ സ്റ്റേജിൽ കയറിയെന്നതൊന്ന്, കുട്ടികൾ പാട്ടുപാടുകയും നൃത്തം ചെയ്തു എന്നതടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ കുടുംബത്തെയും വിലക്കിയിരിക്കുന്നു. അങ്ങനെ വിലക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളിയിലെ ഇമാം ഞങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രഭാഷണം നടത്തുകയും ഇപ്പോൾ ആരും ഞങ്ങളോട് സഹകരിക്കാത്ത നിലയുണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. ഇതൊരു വിമർശനമായി അദ്ദേഹം ഉന്നയിച്ചതിന് ശേഷം ഇത് സ്ഥാപിത താല്പര്യമാണ് ഇതിന് പിന്നിലെന്ന് അടക്കമുള്ള വലിയ ചർച്ച ഫേസ്ബുക്കിലും മറ്റും ഉണ്ടാവുകയും പക്ഷേ അതൊരു വാർത്തയായി മാറുകയും ചെയ്തു. ദേശീയ മാധ്യമങ്ങളടക്കം ഈ ഉരുവിലക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി എടുക്കുകയും ചെയ്തു. നമുക്ക് അതിനകത്ത് രണ്ടുപേരുടെയും വേർഷൻ എന്താണെന്ന് പരിശോധിക്കാൻ ന്യൂസ് തിയേറ്ററിനി. ഡാനിഷ് റിയാസ് ഈ കാര്യത്തിൽ ഉണ്ടായത് എന്താണ് എന്ന് ന്യൂസ് തിയേറ്ററിനോട് സംസാരിക്കുന്നു. അത് കേൾക്കാം ആദ്യം. കഴിഞ്ഞ തിങ്കളാഴ്ച പാലക്കാട് തൃത്താല സ്വദേശിയായ ഡാനിഷ് റിയാസ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുണ്ടായി. ഇത് പിന്നീട് വലിയ ഒരു ചർച്ചയിലേക്കാണ് പോയത്. അതായത് തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവാഹ സൽക്കാരത്തിൽ മൈക്ക് ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന രൂപത്തിൽ ചർച്ചയാവുകയും പിന്നീട് പള്ളി കമ്മിറ്റി അദ്ദേഹത്തിനും കുടുംബത്തിനും വിലക്കേർപ്പെടുത്തി എന്നൊരു കാര്യമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പിന്നീട് ഇത് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുകയും വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഡാനിഷ് നമ്മുടെ കൂടെയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇത് നമ്മളോട് പങ്കുവെക്കും. പള്ളി കമ്മിറ്റി ഈ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ വിലക്കേർപ്പെടുത്തി എന്ന് പറയുന്നത്, ഈ പള്ളി കമ്മിറ്റി എന്തൊക്കെ ആരോപണങ്ങളാണ് നിങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട്? പള്ളി കമ്മിറ്റി ഈ റിസപ്ഷൻ കഴിഞ്ഞ പിറ്റേ ആഴ്ചയിലെ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷമാണ് അവിടുത്തെ ഹത്തീബ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. കുടുംബത്തിനെതിരെ ഇങ്ങനെ ഒരു ആഭാസ കല്യാണം നടന്നു, അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം, എന്നിട്ട് നമ്മൾ മാതൃകയാവണം, ഈ മഹലിൽ ഇതൊന്നും അനുവദിച്ചിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിത് അറിയാമായിരുന്നു. ഞങ്ങളുടെ മഹലിൽ ഒരുപാട് വർഷങ്ങളായിട്ടൊരു ഇങ്ങനെ ഒരു ആചാരങ്ങളുണ്ട്. വേറെ എവിടെയില്ല, തൊട്ടപ്പുറത്തെ മഹലിലൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ മഹലിൽ സ്ത്രീകൾ ഇങ്ങനെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല, സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കുക, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക, പബ്ലിക് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊന്നും പാടില്ല. പിന്നെ ഈ മുസ്ലിം വീടുകളിലെ ആഘോഷങ്ങൾക്കൊന്നും മറ്റേ ഈ മ്യൂസിക് സംഗീതങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എനിക്കിത് 2.5 വർഷം മുൻപ് തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് വളരെ മാനസികമായിട്ട് വിഷമിക്കുന്ന കുറേ കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇനി ഞാനായിട്ടൊരു വിഷയം വേണ്ടാന്ന് കരുതിയിട്ടാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇത് വെക്കുന്നത്. അനിയൻ്റെ റിസപ്ഷൻ വേദി നമ്മൾ അവിടെ തിരഞ്ഞെടുത്തത് തന്നെ ഇങ്ങനെ ഇനിയൊരു ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഇവർ പിറ്റത്തെ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ ഹത്തീബാണ് മഹലിലെ കാര്യങ്ങളൊക്കെ ഫൈനൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജുമയ്ക്കുള്ള ശേഷമുള്ള പ്രസംഗത്തിന് ശേഷം ഒരു ദിവസം എൻ്റെ അനിയനെ പ്രസിഡന്റ് വിളിപ്പിക്കുകയാണ്. രാത്രി വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളിങ്ങനെ മഹലിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ടൊന്നും സഹകരിക്കില്ല, നിങ്ങളുമായിട്ട് സഹകരിച്ച് പോകേണ്ടെന്നാണ് തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തീരുമാനം ഇതാണ്, എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇങ്ങനെ അവിടുത്തെ ഹത്തീബിനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹത്തീബിനെ കണ്ട് പറയുന്നതിൻ്റെ ഒപ്പം ഒരു ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ്റെ അടുത്ത്, നിങ്ങൾക്ക് അവരൊന്നും ഇതിൽ ബാധകമല്ല, ഈ ഇവൻ്റ് എല്ലാം ഓർഗനൈസ് ചെയ്തത് ഞാനാണ്, കല്യാണം എല്ലാ കാര്യങ്ങളും എല്ലാം A to Z ചെയ്തത് ഞാനാണ്, അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ഇതിൽ യാതൊരു ഇതുമില്ല, ഈ വേദി തെരഞ്ഞെടുത്തത് പോലും ഞാനാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഡാനിഷ് റിയാസിന്റെ ഈ കാര്യത്തിലുള്ള ആക്ഷേപം. അദ്ദേഹം പറയുന്നത് മ്യൂസിക് ഉപയോഗിച്ചു, സ്ത്രീകൾ വേദിയിൽ കയറി മൈക്ക് ഉപയോഗിച്ചു, കുട്ടികൾ നൃത്തം ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മഹല്ല് കമ്മിറ്റി വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ്. അദ്ദേഹം അത് പബ്ലിക് ഡൊമൈനിൽ പൊതുവേദിയിൽ പറയുകയും അത് വലിയ വാർത്തയാവുകയും ചെയ്തു. പക്ഷേ അതേസമയം അത്തരമൊരു സംഭവം ഇല്ല എന്ന വിശദീകരണവുമായി അവിടുത്തെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജമാഅത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി അസീസ് ആലൂർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് മഹല്ല് കമ്മിറ്റി പ്രതികരിക്കുന്നത്? അതിനെ പറ്റി അത്ര ആരോപണങ്ങൾ ശുദ്ധ കളവാണ്. അങ്ങനത്തെ ഒരു സംഭവം ആദ്യം ഉണ്ടായിട്ടില്ല. ഇവിടെ ഊരുവിലക്കോ അല്ലെങ്കിൽ കുടുംബത്തെ ബഹിഷ്കരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വെറുതെ ഉള്ള പ്രചരണമാണ്. മഹല്ല് കമ്മിറ്റിക്ക് എതിരായിട്ട് എന്ത് വിലക്കാണ് അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയാണ് അവിടെ നടന്നു എന്നാണ് മഹല്ല് കമ്മിറ്റി പറയുന്നത്? ആലൂർ മഹല്ലിൽ ഈ കല്യാണത്തോടനുബന്ധിച്ച് മറ്റും ഗാനമേള അതുപോലെ തന്നെ ഡാൻസുകൾ, അനിസ്ലാമിക പരിപാടികൾ ആലൂർ മഹല്ലിൽ ഉണ്ടാവാറില്ല, കുറേ കാലമായിട്ട് ഉണ്ടാവാറില്ല.
അപ്പം അത്തരം സംഭവം നടക്കുമ്പോൾ പള്ളിയിൽ സാധാരണ പറഞ്ഞ മാതിരി ഉത്ബോധനം എന്നുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ വിമർശിച്ചിട്ട് വ്യക്തിപരമായി അല്ലാതെ പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്കെതിരെ പ്രചരണത്തിനെതിരെ എങ്ങനെയാണ് കമ്മിറ്റിയുടെ അത് കമ്മിറ്റി എന്താ വെച്ചാൽ നാളെ ഇപ്പോൾ അടിയന്തര ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു വലക്കോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിനെ അവഹേളിക്കുന്ന രീതിയിൽ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആലൂർ ജുമാ മസ്ജിദിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കീഴ്വഴക്കമുണ്ട്. അവിടുത്തെ കല്യാണങ്ങളിൽ ഗാനമേള അല്ലെങ്കിൽ ഡാൻസ് പോലെയുള്ള കാര്യങ്ങൾ ഒന്നും മ്യൂസിക് ഒന്നും അനുവദിക്കാറില്ല. പൊതുവെ ഒരു കീഴ്വഴക്കമല്ല. പക്ഷേ ഇത് ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ ഈ ജുമയ്ക്ക് ശേഷം വിമർശിച്ചിരുന്ന ഡാനിഷ് റിയാസ് പറയുന്നതിന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. വലിയ വിമർശനം ആ കാര്യത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. പക്ഷേ ഈ ഊരുവിലക്ക് പോലുള്ള നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നാണ്. ഇതൊരു വലിയ വാർത്തയായൊക്കെ വന്ന സാഹചര്യത്തിൽ നാളെ അവർ അടിയന്തര യോഗമോ മറ്റോ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് തീരുമാനം ഉണ്ടാകുന്നതും കാത്തിരുന്ന് കാണണം. ഇതാണിപ്പോൾ രണ്ടുപേർക്കും ഇക്കാര്യത്തിൽ പറയാനുള്ള വേർഷൻ.